അവസാനമായി പറയുക, ഇവനെ രക്ഷിക്കണം. സാറ് മൊഴി മാറ്റി പറയണം. വീണ്ടും വിചാരമില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയ കൈപ്പിഴയാ സാറേ. അതങ്ങ് ക്ഷമിച്ചു കള. അവന്റെ നിൽപ്പ് കണ്ടില്ലേ? നോക്കിക്കാതെ പോയി ക്ഷമ ചോദിക്കടാ. വേണ്ട, കോടതിക്ക് മുമ്പിൽ സീൻ ഉണ്ടാക്കണ്ട. ക്ഷമിക്കേണ്ട തെറ്റുകൾ കണ്ടാൽ ക്ഷമിക്കാൻ എനിക്കറിയാം, ക്ഷമിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു തെറ്റാണോ ഇയാൾ ചെയ്തത്? ആണോടോ? സാറത് ഒന്നും പറയണ്ട. തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തണം. 5-ലെ തെറ്റ് 50 തിരുത്താൻ നോക്കിയാൽ അതിന് കഴിയില്ല. മൂന്തേട്ടാ പ്ലീസ് ഒന്ന് പറയൂ. അലക്സാണ്ടർ എന്നെ ഇന്നും ഇന്നലെയും കാണുന്നതല്ലോ. നേരിന്റെ ഭാഗത്തേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന ഒരു പഴയ വിപ്ലവകാരിയാണ് ഞാൻ. വിപ്ലവം നശിച്ചു, പക്ഷെ പഴയ സ്വഭാവം ഇപ്പോഴും അപ്പടി തുടരുന്നു. അതുകൊണ്ട് തന്റെ ആവശ്യം എനിക്ക് അംഗീകരിക്കാനാവില്ല. ജീവിതത്തിലെന്നും ജയം മാത്രം പോരല്ലോ, വല്ലപ്പോഴും തോൽവിയും വേണമല്ലോ. നീ പേടിക്കണ്ട മോനെ, അയാൾ കളിക്കട്ടെ, ഇഷ്ടം പോലെ കളിക്കട്ടെ. ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്നേം തുടങ്ങാം. എനിക്ക് പേടിയൊന്നുമില്ല. ഞാനാരെ പേടിക്കാനാ? വാ അലസച്ച, കേസ് ഇപ്പോൾ വിളിക്കും. വാ. CC 131/2004 പ്രതി അലക്സാണ്ടർ പേട്ട മകൻ വില്യം പേട്ട. പ്രൊസീഡ് യുവർ ഓണർ, ഈ കേസിന്റെ വാദിയായ പ്രൊഫസർ രാജശേഖര മേനോനെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യെസ്. വാദി പ്രൊഫസർ രാജശേഖര മേനോൻ. രാജശേഖര മേനോൻ അല്ലേ? അതെ. എന്താ ജോലി? കോളേജ് പ്രൊഫസറാ. ഈ നിൽക്കുന്ന ആളിനെ അറിയുമോ? അറിയാം. എങ്ങനെ അറിയാം? അയാൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. താങ്കളെ കുത്തിയെന്ന് താങ്കൾ അവകാശപ്പെടുന്ന വ്യക്തി ഈ വില്യം പേട്ട തന്നെയാണോ? അതെ. നിങ്ങളെ കുത്താൻ മാത്രം നിങ്ങൾ തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇയാൾക്കുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നിങ്ങളെ കുത്താൻ എന്തായിരുന്നു കാരണം? കാരണം കഴിഞ്ഞ ജൂൺ 20-ാം തീയതി, അന്ന് BA മലയാളം പേപ്പറിന്റെ എക്സാം നടക്കുന്ന ദിവസമായിരുന്നു. ഞാനായിരുന്നു എക്സാമിനർ. മതി എഴുതിയത്. അങ്ങനെ പറഞ്ഞാലെങ്ങനെ? കുറച്ചുകൂടി ബാക്കിയുണ്ട് സാർ. എഴുതിയത് മതിയിടോ. മാതൃഭാഷയുടെ എക്സാമിനേഷൻ പോലും കോപ്പിയടി നാണമില്ലല്ലോ.
എന്തിനാ സാറേ നാണിക്കുന്നത്? പുസ്തകം തുറന്നു വെച്ച് എഴുതുന്നത് ഒരു അന്തസ്സല്ലേ സാറേ? എല്ലാരും കാണാതെ എഴുതുമ്പോ ഞാൻ കണ്ടെഴുതുന്നു. എന്തിനായാലും ഒരു വെറൈറ്റി ഒക്കെ വേണ്ട സാറേ? വേണം വേണം, പക്ഷെ ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ അത് വേണ്ട. ഗെറ്റ് ഔട്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്. മാതൃഭാഷ പോലും മനഃപ്പാഠമാക്കാൻ കഴിയാത്ത ഇയാളെ ഡീബാർ ചെയ്യാൻ തീരുമാനിച്ചു. കോളേജിലെ നമ്പർ 1 ക്രിമിനലാണ് ഇയാള്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഭീഷണികൾ പലതും ഉണ്ടായി, യാചനകളും. ഒന്നിനും ഞാൻ ചെവി കൊടുത്തില്ല. ജൂൺ 30 അന്നായിരുന്നു എക്സാം അവസാനിക്കുന്ന ദിവസം. എക്സാം ഡ്യൂട്ടിക്ക് വന്ന എന്നെ കാണാൻ ഇയാൾ വന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ച് പ്രതികരിച്ചില്ല. അത്രയ്ക്ക് ശത്രുത എന്നോട് വേണോ? തനിക്കിപ്പോ എന്താ വേണ്ടേ? പ്രത്യേകിച്ച് ഒന്നും വേണ്ട. എന്നെ ഡീബാർ ചെയ്ത ആളല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. മാതൃഭാഷയുടെ എക്സാമിന് കോപ്പി അടിച്ചു എന്നതാണല്ലോ സാറ് കണ്ട ഏറ്റവും വലിയ തെറ്റ്. എന്നാ കേട്ടോ, മാതൃഭാഷ എന്നല്ല ഒരു ഭാഷയും എനിക്ക് മനഃപ്പാടമല്ല. ഇതുവരെ ഒരു എക്സാമും കാണാതെ പഠിച്ച് എഴുതിയിട്ടുമില്ല. സർക്കാർ പുസ്തകം അച്ചടിച്ചു തന്നിട്ടുണ്ട്, ക്വസ്റ്റിന്റെ ആൻസർ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനു വെറുതെ കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടുന്ന സാറേ? അതൊക്കെ ഭയങ്കര ബോറിംഗ് അല്ലേ? ആ, പറയുന്നത് മുഴുവനും കേട്ടിട്ട് പോ സാറേ. എന്താ ഇത്ര ധൃതി? എക്സാം തുടങ്ങാൻ സമയമായി, എനിക്ക് പോണം. താനിപ്പോ പോയേ? പോകാൻ തന്നെ വന്നത്. അതിനു മുമ്പ് ചെറിയൊരു കടം വീട്ടാനുണ്ട്. വെറുതെ എക്സാമിന് അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ജയിച്ചേനെ. എന്റെ അപ്പച്ചൻ എന്നെ ജയിപ്പിച്ചേനെ. എന്ത് ചെയ്യാനാ, ഡീബാർ ചെയ്തു പോയില്ലേ? ഇനി അത് നടക്കില്ലല്ലോ. കോളേജിനോട് എന്നേക്കുമായി വിട പറയുന്നതിന് മുമ്പ് നല്ലൊരു ഗിഫ്റ്റ് സാറിന് തരണമെന്നുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഗിഫ്റ്റ്. എന്നെ മുറിവേൽപ്പിക്കുക മാത്രമല്ല ഇയാൾ ചെയ്തത്, കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതുന്ന കുട്ടികളെ മണ്ടന്മാരാക്കുക കൂടിയാണ്. ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോഴും കോളേജ് മാനേജ്മെന്റ് ഇയാൾക്ക് മാപ്പ് നൽകി. സത്യം പറഞ്ഞാൽ അധ്യാപകർക്ക് കൂടി ഇയാളെ ഭയമായിരുന്നു. എൻ്റെ മക്കൾ ഉൾപ്പെടെ ഒരുപാട് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജാണ്. അവർക്കൊക്കെ ഭയം കൂടാതെ പഠിക്കണം. അതിന് ഇത്തരക്കാർ കോളേജിൽ തുടരുന്നത് അപകടകരമാണ്. മറ്റുള്ളവരുടെ സുരക്ഷയെ കരുതിയാണ് ഇയാളെ ഡീബാർ ചെയ്തത്. അത് ശരിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രതിഭാഗം വക്കീലിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ യുവർ ഓണർ. ഈ കേസിന്റെ വിധി ജനുവരി 10 തിങ്കളാഴ്ച പറയുന്നതാണ്. മുതലാളി വിഷമിക്കാതെ. ഇനിയിപ്പോ വിധി വില്യം കുഞ്ഞിനെതിരായാലും എന്ത് സംഭവിക്കാനാ? ആ, വീടും ജയിലൊക്കെ കുഞ്ഞിനൊരുപോലെയല്ലേ? മേനോ സാറേ, നന്ദി, ഒരുപാട് നന്ദി. വക്കീലേ, തനിക്കറിയില്ലടോ, ഒരുപാട് പേരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ക്രിമിനൽസിനെ, തന്റെ സഹായത്തോട് തന്നെ. പക്ഷേ ഇപ്പോ എന്റെ മോന്റെ കാര്യത്തിൽ ഞാൻ തോക്കോടോ? അല്ല, അത് ധൈര്യമായിരിക്കടാ, വിധി വന്നില്ലല്ലോ.
ഇപ്പൊ കേസ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ മോളെ? പിന്നെ അച്ഛൻ എന്താ വരാത്തെ? എങ്ങനെ വരാനാ ചേച്ചി? എതിർപക്ഷത്തുള്ളത് വമ്പന്റെ മോനല്ലേ. വാദപ്രതിവാദങ്ങൾ ഒരുപാടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് അച്ഛന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ. ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. കേസും വഴക്കും ഒന്നും. ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അവനെ ശിക്ഷിച്ചിട്ട് എന്താ പ്രയോജനം? വെറുതെ അതിന്റെ പിറകെ നടന്ന് അപകടം വരുത്തി വെക്കാമെന്നല്ലാതെ. ദേ അമ്മേ, ഈ കാര്യത്തിൽ അച്ഛനെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. എക്സാമിന് ഡീബാർ ചെയ്തപ്പോ ഇത്രയും പ്രതികരിച്ചവൻ ജയിൽ ശിക്ഷ കൂടി കിട്ടിയ എന്താവും ചെയ്യാ? ഒന്നും ചെയ്യില്ല. ജയിലിൽ കിടക്കുന്നവൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാന്നോ? ചെയ്യുന്നത് അവനല്ല, അവന്റെ അച്ഛനാ, ആ അലക്സാണ്ടർ. മകന് വേണ്ടി വക്കാലത്ത് പറയാൻ അയാൾ എത്ര പ്രാവശ്യം ഇവിടെ കയറി ഇറങ്ങിയെന്നറിയാമല്ലോ. മകനെ ശിക്ഷിച്ച അയാൾ അടങ്ങിയിരിക്കില്ല. അതാ എനിക്ക് പേടി. ഇങ്ങനെ പേടിച്ചാ നമുക്ക് ജീവിക്കാൻ കഴിയില്ലമ്മേ. നമ്മൾ ക്ഷമിക്കും തോറും അതൊരു ലൈസൻസ് ഇവന്മാര് കണക്കാക്കും. അമ്മയ്ക്ക് അറിയില്ല വില്യത്തെ. അവന്റെ റാഗിങ്ങിന് വിധേയരാകാത്ത ഒറ്റ കുട്ടികളുണ്ടാവില്ല ക്യാമ്പസില്. പ്രിൻസിപ്പളും അധ്യാപകരും കണ്ണടയ്ക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യാന്ന അവന്റെ വിചാരം. അവൻ ശിക്ഷിക്കപ്പെടണം. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന് കിട്ടണം. അച്ഛൻ എന്താ ചേച്ചാ? കേസിന്റെ വിധി 10-ാം തീയതി തിങ്കളാഴ്ച പറയും. വില്യത്തിന് ശിക്ഷ ഉറപ്പാ. എന്താണ് മുഖത്തൊരു തെളിച്ചില്ലാത്തേ? ദേ, ഇയാള് പറഞ്ഞേൽപ്പിച്ച പ്രകാരം ബോഡി ഗാർഡ് എന്നെ ഇവിടെ കൊണ്ട വിട്ടിട്ടാ പോവാൻ പോകുന്നേ. അല്ല മാഷെ, അലക്സാണ്ടർ തുടങ്ങി. മുകുതേട്ടാ, ഇയാളുടെ ഈ ആദ്യം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? കേസ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അരികിലേക്ക് അലക്സാണ്ടർ വന്നു. നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മകനെതിരെ മൊഴി കൊടുത്തതിന് നന്ദി പറയുകയോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഉള്ളിൽ പ്രതികാരം ഒളിപ്പിച്ചിട്ടാവും അയാൾ നന്ദി പ്രകാശിപ്പിച്ചത്. എന്തായാലും ശരി, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. ഇനി അതേക്കുറിച്ച് പറഞ്ഞ് വെറുതെ മുഷിയണ്ട. അലക്സാണ്ടർ നമ്മളെപ്പോലെ മനുഷ്യനാണ് ശരതമ്മേ. നമ്മൾ ദൈവങ്ങളെ ഭയന്നാ പോലെ മനുഷ്യനെ ഭയക്കണോ? ശകുനം മുടക്കിട്ട് എന്തായിരുന്നോ? എന്താകാനാ? നിന്റെ മണ്ടത്തിനെ കൊണ്ട് സർവ്വതും പൊളിഞ്ഞു. അത്ര തന്നെ. നിങ്ങൾക്ക് എന്താ പറ്റിയത് മനുഷ്യ? വട്ടുപിടിച്ചോ? അതേടി, അരവട്ടായിരുന്നു മുഴുവട്ടായി. പ്രൊഫസറെ കോടതിയുടെ പടി കാണാതിരിക്കാനാ ഞാൻ ആ സാമൂലിനെ കൂട്ടി ഏർപ്പാടാക്കിയത്. പക്ഷേ എന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞു. നീ ആയിട്ടെല്ലാം പൊളിച്ചു കളഞ്ഞു. ഇത് എന്തൊക്കെയാ പറയുന്നത്? എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എടി ഉറുമ്പട്ടവളെ, നീ എന്തിനാ രാവിലെ ആ പ്രൊഫസറുടെ വീട്ടിലേക്ക് എഴുന്നള്ളിയത്? ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞിട്ടല്ല, സ്വയം തോന്നിട്ടാ. കാല് പിടിച്ചായാലും അയാളെ കേസിന് പിൻവലിക്കണമെന്ന് തോന്നിയിട്ട്. നന്നായി. മകന് ഉപകാരം ചെയ്യാൻ ശ്രമിച്ചതാണ് പോലും. എടി വിവരദോഷി, നീ ആ പ്രൊഫസറോട് സംസാരിക്കുന്ന സമയത്ത് സാമൂലും കൂട്ടനും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു പോലീസില്. അയാളെ ഇടിച്ചിടാനായിരുന്നു പ്ലാൻ. കോടതിയിൽ അയാൾ വരാതിരിക്കുക, ഇവൻ കേസിന് രക്ഷപ്പെടുക, ഒക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാ അയാൾ കോടതിയിലോട്ടൊരു വരവ്. ദേഷ്യം വരുവോ ഇല്ലയോ? എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം ഡാഡി. ഇല്ലെങ്കിൽ എനിക്ക് ക്യാമ്പസിലേക്ക് കയറാനൊക്കില്ല. മോള് വിഷമിക്കാതിരി. ഇപ്പം പൊട്ടുന്ന ഏറുപടക്കം കണ്ട് ആരും വിഷമിക്കണ്ട. ഒക്കെ ശാന്തമാവും. അത് കഴിഞ്ഞാണ് നിന്റെ ഡാഡി പ്രവർത്തിക്കാൻ പോകുന്നത്. കോടതിയിൽ പ്രൊഫസർ ജയിച്ചു, അലക്സാണ്ടർ തോറ്റു. പക്ഷെ ജീവിതത്തിൽ അലക്സാണ്ടർ തോൽക്കില്ല. തോൽവി പ്രൊഫസറിനും കുടുംബത്തിനും തന്നെയാകും. നീ വിഷമിക്കണ്ടടാ മോനെ. നിന്റെ വിധിയോർത്ത് ഓരോ നിമിഷവും ഡാഡിയുടെ ഉള്ളിൽ പിടയുമ്പോഴും ആ പിടച്ചില് ദുരന്തമായി ചെന്ന് പതിക്കുക പ്രൊഫസറുടെയും കുടുംബത്തിന്റെയും നേർക്ക് തന്നെയായിരിക്കും. ചുറ്റിനും കുറെ ആൾക്കാർ, ഒക്കെ പുരുഷന്മാർ. നിവേദിത എന്ത് ചെയ്യും? അവളെ ആര് രക്ഷിക്കും?
സമയം 12 കഴിഞ്ഞു. ഞാൻ കിടക്കുക. ക്ലൈമാക്സിന്റെ നൊമ്പരം അനുഭവിക്കുക ചേച്ചി ഞാനിപ്പോ. കൂട്ടിലകപ്പെട്ട എന്റെ നിവേദിത ആര് രക്ഷപ്പെടുത്തും? എന്നെ കൊണ്ട് കഴിയില്ല മോളെ. ഇത്ര എഴുതി പിടിപ്പിച്ച നീയല്ലേ, ഇനി ക്ലൈമാക്സും നീ തന്നെ കണ്ടുപിടിക്ക് കേട്ടോ. ആ കിടക്കുമ്പോ ലൈറ്റ് കൊടുത്താ മറക്കണ്ട. ഇല്ല, നിവേദിതയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അവൾ സിംഹക്കൂട്ടിലകപ്പെട്ട മാൻപേടയായി കഴിഞ്ഞു. മാംസവും രക്തവും അവർ കടിച്ചു കീറും. എല്ലുകൾ മാത്രം അവശേഷിക്കും. ചേച്ചി, ചേച്ചി, എന്താ എന്താ ദേവു? ജനാലയ്ക്ക് അപ്പുറത്തൊരു നിഴല്. നിനക്ക് വെറുതെ തോന്നിയതാവും. നോവൽ എഴുതി നോവലിലെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും പുനർജനിച്ചതാവും. തമാശയല്ല ചേച്ചി, ഞാൻ കണ്ടതാ. ചേച്ചി വന്നേ. ഞാൻ കണ്ടതാന്നേ. ആരും അവിടെ ഇപ്പൊ എന്തായി? നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? വേണ്ട, നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛൻ നല്ല ഉറക്കത്തിലാവും. നമുക്ക് തുറക്കാവുന്നേ. ജനാല തുറന്നോണ്ട് എന്താ കുഴപ്പം? ഡോറല്ലല്ലോ. ദേവു വേണ്ട. ചേച്ചി ഒന്ന് ചുമ്മാ തിരിക്കേ. മക്കളുടെ നിലവിളിയല്ലേ കേൾക്കുന്നേ? അയ്യോ ഈശ്വര, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി? വാ നമുക്ക് നോക്കാം. അച്ഛൻ വേഗം വന്നേ. എന്താ മോളെ? എന്താ ഇവിടെ? അതച്ഛാ, ഒരാള്. ആളോ? എവിടെ? ആരോ ഒരാള്. അയാള് ജനല് വഴി കുത്താൻ ശ്രമിച്ചു. അയ്യോ അയ്യോ, വേണ്ടച്ചാ, അയാൾ അവിടെ ഉണ്ട്. നീ ഒന്ന് മാറി നിൽക്ക്, നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അതെ അച്ഛാ, ജനാലയ്ക്ക് അപ്പുറത്തൊരു നിഴല ആദ്യം കണ്ടത്. പിന്നെ ജനാല തുറന്നപ്പോഴാ. ആരാ പറഞ്ഞത് ജനാല തുറക്കാൻ? അത് ഞാൻ പറഞ്ഞതാ അച്ഛാ ദേവുവിനോട്, അച്ഛനെ വിളിച്ചിട്ട് ജനല് തുറന്നാ മതിന്ന്. അതെങ്ങനാ? ഏത് കാര്യത്തിനായാലും പെണ്ണിന് എടുത്തിയാട്ടോ അല്ലേ? അച്ഛൻ ഉറങ്ങിയെന്ന് കരുതിയിട്ടാ ഞാൻ. വാതിലൊന്ന് തുറന്നു നോക്കിയാലോ ശാരദ? നല്ല കാര്യമായി. എന്താ ഏതാണെന്നൊന്നും അറിയാതെ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. സഹായത്തിന് മറ്റാരും ഇല്ലാത്തതാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേണ്ട അച്ഛാ, ഞങ്ങൾക്ക് പേടിയാ. ശരി, പോകുന്നില്ല. രണ്ടാളും ലൈറ്റ് അണച്ച് കിടക്ക്. ആ വാ ശാരദേ. കുട്ടികൾ തനിച്ച്. പേടിയുണ്ടോ മക്കളെ? അച്ഛനും അമ്മയും പൊയ്ക്കോ, ഞങ്ങൾ കിടന്നോളാം. എന്തെങ്കിലും ശബ്ദം കേട്ടാ വിളിക്കണം, അല്ലാതെ ജനലും വാതിലും തുറക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ചെല്ല്. നീ കിടക്കുന്നില്ലേ മോളെ? ഇനി കിടന്നാലും ഉടനെ ഒന്നും ഉറക്കം വരില്ല ചേച്ചി. ചേച്ചി പോയി കിടന്നു. തലനാരിഴക്കെ രക്ഷപ്പെട്ടത്. എന്നാലും ആരായിരിക്കും അത്? ദേ, അച്ഛൻ പറഞ്ഞ നീ കേട്ടല്ലോ. ജനല് തുറന്ന് നോക്കാനൊന്നും പോവണ്ട. ഇല്ല, ചേച്ചി പോയി കിടന്നു.